ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് പരിശുദ്ധന്മാർ, ശുദ്ധിമതികൾ എന്നുള്ള വാക്കുകളൊക്കെ. ഈ പരിശുദ്ധന്മാരെന്നുള്ള വാക്ക് വരാനിടയായ ഒരു പശ്ചാത്തലം ആദ്യമേ എന്ന് പറയട്ടെ. പല സഭകളും, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരുടേതായിട്ടുള്ള പരിശുദ്ധന്മാരെയും പരിശുദ്ധകളെയും പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ പരിശുദ്ധന്മാരും പരിശുദ്ധകളും താരതമ്യേന കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം അങ്ങനെ ഒരു ട്രഡിഷൻ നമ്മുടെ സഭയ്ക്കില്ലായിരുന്നു. നമ്മുടെ സഭയിൽ ഒരു പരിശുദ്ധനായിട്ടൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പരിശുദ്ധമായിട്ടൊരു വ്യക്തിയെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അവർ ഡിസൈപ്പിൾസ് ആയിരിക്കണം, ഓർ ദേ ഷാൽ ബി ദർ ഡിസൈപ്പിൾസ്, or there shall be teachers who defended Orthodox faith. There shall be monastic fathers, or those who had suffered or had sacrificed their life for Jesus Christ. അങ്ങനെയുള്ളവരെയാണ് നമ്മുടെ സഭയിൽ മെയിനായിട്ടും പരിശുദ്ധന്മാരായിട്ടും പരിശുദ്ധകളായിട്ടും പ്രഖ്യാപിക്കാറുള്ളത്. ഇന്ത്യയിലോട്ട് സഭ വന്നത് മർത്തോമാ ശ്ലീഹ വഴിയാണ്. പക്ഷേ ആദിമകാലത്ത് ഇന്ത്യയിൽ വെസ്റ്റേൺ സൈഡിൽ നിന്നുള്ള, അതായത് പാശ്ചാത്യരായിട്ടുള്ള മിഷണറിമാരും ബന്ധപ്പെട്ട ആൾക്കാരും വരുന്ന സമയം വരെ സഭയ്ക്ക് വിദേശ സഭകളുമായിട്ട് ഒരു കണക്ഷനുമില്ലായിരുന്നു, ഒരു ബന്ധവുമില്ലായിരുന്നു. ടിൽ ദ ടൈം സം ഫോറിൻ ചർച്ചസ് ഓർ ദ റെപ്രസെൻറ്റേറ്റീവ്സ് കെയിം ടു ഇന്ത്യ, the church was having no connection with foreign churches. അതുകൊണ്ട് തന്നെ മറ്റ് ചർച്ചസിൽ കാണുന്ന പോലെ, മറ്റ് സഭകളിൽ കാണുന്ന പോലെ ഒരു കാനണൈസേഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് എ സെയിൻറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ ഇൻ അവർ ചർച്ച് ടിൽ ദി 20th century. അപ്പോൾ അതിനൊരു ചേഞ്ച് വന്നത് 1947 നവംബർ 2 സഭ 2 പേരെ പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. അതിലൊന്ന് നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന പരിശുദ്ധ പരുമന തിരുമേനിയും 2 പരിശുദ്ധ ബസേലിയോസ് എൽദോബാവായുമാണ്. ഇവരെ 2 പേരെയും 1947 നവംബർ 2 പരിശുദ്ധ സഭ പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം അടുത്തിടയ്ക്ക് ഫെബ്രുവരി 24, 2003 സഭയുടെ മറ്റൊരു പരിശുദ്ധനായിട്ട് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെയും സഭ പ്രഖ്യാപിക്കുകയുണ്ടായി. പരിശുദ്ധ പരുമന തിരുമേനിയെയും ബസേലിയോസ് എൽദോബാവായെയും പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചത് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിരുമേനി ബാവ തിരുമേനിയാണ്. അപ്പോൾ ഈ സെയിൻസ് അല്ലെങ്കിൽ പരിശുദ്ധന്മാർ നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് അവരുടെ പ്രാധാന്യം എന്ന് പരിശുദ്ധ പരുമന തിരുമേനിയുടെ ജീവിതത്തിൽ കൂടെ പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പരിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ആക്ച്വലി ദൈവവുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ളവർ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ദൈവം സാധിച്ചിരുന്നല്ല. ദർ ആക്ച്വലി ഇൻട്രസസേഴ്സ് ഓഫ് ഗോഡ് വിത്ത് അസ്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പരിശുദ്ധന്മാരോട് പറയുന്നു. പരിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾക്ക് ദൈവം തമ്പുരാൻ നടത്തി തരുന്നതാണ് വിശ്വാസം. അല്ലാതെ സെയിൻസ് ആർ നോട്ട് ഗോഡ്, ദേ ആർ നോട്ട് സെമി ഗോഡ്സ്, ദേ ആർ നോട്ട് സംബഡി ഹു ഈസ് എ മീഡിയേറ്റർ. അങ്ങനെയുള്ള ചില തെറ്റായ ധാരണകളൊക്കെ ഉണ്ട്. പരിശുദ്ധന്മാർ ദൈവത്തെ പോലെ വർഷിപ്പ് ചെയ്യപ്പെടുന്നതല്ല, ഒരിക്കലും ദൈവത്തെ പോലെ വർഷിപ്പ് ചെയ്യപ്പെടുന്നതല്ല. ദേ ആർ ജസ്റ്റ് ഇൻട്രസസേഴ്സ് വിത്ത് ഗോഡ്, by which we can tell them our needs and they will pray to God, because they are more like a connecting link between God and us. By their prayers our needs will be fulfilled or satisfied. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധന്മാർ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് ദൈവം അത് നമുക്കായി നടത്തി തരിക എന്നുള്ളതാണ് പരിശുദ്ധന്മാരിൽ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കർമ്മം. പരിശുദ്ധന്മാരെ പറ്റി ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഇൻട്രഡക്ഷൻ അവസാനിപ്പിക്കാം. നമ്മുടെ ബാവ തിരുമേനി ഹിസ് ഹോളിനെസ് എന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പിതാവെന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അല്ലാതെ ദൈവത്തിന് ഇക്വലൻ്റായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പരിശുദ്ധി പ്രസരിപ്പിക്കുന്ന ഒരു പിതാവ്, someone who is illuminating the divine nature of God before us. ഏറെക്കുറെ സയൻസിനെ പറ്റി നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. We know God is always holy and divine. Saints are also considered like that. സെയിൻസും അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യപ്പെടുന്നു. പക്ഷേ
എക്സാക്ട്ലി ദൈവത്തിൻ്റെ എല്ലാ ശക്തിയും അവർക്കില്ല. നമുക്കറിയാം, സൂര്യൻ നമുക്കെല്ലാവർക്കും വേണ്ടതായിട്ടുള്ള എനർജി തരുന്ന ഒരു സ്റ്റാറാണ്. പക്ഷേ സൂര്യനിൽ നിന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്ത് ഉൾക്കൊണ്ടാണ് മറ്റെല്ലാ സ്റ്റാർസ്, ഇൻക്ലൂഡിങ് സ്റ്റാർസ് ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ എല്ലാം സൂര്യനിൽ നിന്നാണ് ലൈറ്റ് സ്വീകരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് സ്വീകരിക്കുന്നത് സൂര്യനിൽ നിന്നാണെങ്കിൽ പോലും ഇൻഡിവിജ്വലായിട്ട് പ്രവർത്തിക്കാൻ പ്രയാസമാണ്. സൂര്യൻ പ്രകാശിക്കുന്ന സ്വന്തം വെളിച്ചത്താലാണ്. എന്നാൽ ചന്ദ്രനും മറ്റ് നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നത് സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശമാണ്. അതുപോലെ തന്നെയാണ് സയൻസും. ഗോഡ് ഈസ് സെൽഫ് ഡിവൈൻ ആൻഡ് സെൽഫ് illuminating and self-emanating the divine power to all creation. Just like that, the saints also absorb the power and grace from God Almighty, and by their divine nature, they live their life in this world. We will also be getting the divine benefits from God through the saints. ഇത്രയുമാണ് സയൻസിനെ പറ്റി നമുക്ക് പറയാനുള്ള ഇൻട്രൊഡക്ഷൻ. നമുക്ക് പഠിക്കാനുള്ള സെയിൻറ്റിൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധ പരിമല തിരുമേനി. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജനനം 1848 ജൂൺ മാസം 15-ാം തീയതിയാണ്. അദ്ദേഹം ജനിച്ച സ്ഥലത്തിൻ്റെ പേര് മുളന്തുരുത്തി, എറണാകുളത്തിനടുത്തുള്ള മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ചാത്തുരുത്തിൽ എന്ന വീട്ടുപേരിൽ കൊച്ചുമുത്തായിയുടെയും മറിയത്തിൻ്റെയും മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത്. മാമോസ നാമം ഗീവർഗീസ് എന്നായിരുന്നു. പക്ഷേ വീട്ടിൽ വിളിച്ചിരുന്ന, നമുക്കെല്ലാവർക്കും ഒരു ചെറിയ വിളിപ്പേരുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചിരുന്ന പേര് കൊച്ചൈപ്പോര എന്നായിരുന്നു. ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികളെ പോലെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സസിലോ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ പോലെ ഏത് സമയത്തും കളിച്ച് നടക്കാനോ അല്ലെങ്കിൽ മറ്റ് എൻജോയ്മെൻറ്റ്സ് ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്തൊരു കുട്ടിയായിരുന്നു ഈ ഗീവർഗീസ് അഥവാ കൊച്ചൈപ്പോര ചെറുപ്പം മുതലേ. കൂടാതെ അദ്ദേഹത്തിൻ്റെ വേറെ പ്രത്യേകത, കളിച്ച് നടക്കാൻ താല്പര്യമില്ല, നല്ല ഡ്രസ്സസിൽ താല്പര്യമില്ല, എന്നാൽ കൂടുതൽ സമയവും പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് ദേവാലയത്തിൽ പാടുന്ന പാട്ടുകൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നടക്കാനും അത് കൂടുതൽ പഠിക്കാനും അതിനോടൊരു പ്രത്യേകമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ കൊച്ചൈപ്പോരയ്ക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. നാട്ടിൻപുറത്തെ ഒരു കുടിപ്പള്ളിക്കൂടത്തിലാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ആരംഭിച്ചത്. പണ്ട് കാലത്തെ കുടിപ്പള്ളിക്കൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ആശാൻ, ഇന്നത്തെ ടീച്ചേഴ്സ് നിൽക്കുന്നതായിട്ടുള്ള ആദ്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന, ആദ്യമായിട്ട് അക്ഷരം എഴുതി പഠിപ്പിക്കുന്നവർക്ക് പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന പേരാണ് ആശാൻ. അപ്പം അങ്ങനെ ഒരു ആശാൻ്റെ കീഴിലിരുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലികളിലൊക്കെ സഹായിച്ചു. അങ്ങനെ ഒരു ഡെഡിക്കേഷനോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മറ്റുള്ളവരെ ബഹുമാനിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അതിനോടൊപ്പം വിദ്യാഭ്യാസം കൂടെ നടത്തുമായിരുന്നു. പഴയ കാലത്ത് കുടിപ്പള്ളിക്കൂടത്തിലും അല്ലെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസം എന്നതിന് പറയും, ഗുരുകുല വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ കൊച്ചൈപ്പോര എന്ന ഈ കൊച്ചുകുട്ടിയെ പഠിപ്പിച്ചിരുന്ന വ്യക്തിയുടെ പേരാണ് ഓണക്കാവിൽ അയ്യ എന്ന് പറഞ്ഞ ഒരു ആശാനാണ് ഈ കൊച്ചൈപ്പോര ചെറുപ്പത്തിൽ പഠിപ്പിച്ചത്. അദ്ദേഹം ഒരു താഴ്ന്ന കുലത്തിൽപ്പെട്ട ഒരാളായിരുന്നു. എന്നാൽ പണ്ട് കാലത്ത് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കാസ്റ്റ്, ഡിഫറെൻറ്റ് ക്രീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഹയർ കാസ്റ്റുള്ള ആൾ ലോവർ കാസ്റ്റായിട്ടുള്ള ആളിനെ കാണുന്നുണ്ടെങ്കിൽ ലോവർ കാസ്റ്റുകാരൻ മാറി നടക്കണമെന്നുള്ള അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉള്ള സമയത്താണ് ഈ കൊച്ചൈപ്പോരയെ ഈ ഓണക്കാവിലയ്യ എന്ന് പറയുന്ന ലോവർ കാസ്റ്റുകാരനായ വ്യക്തി പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വന്തം ഗുരുവിനോട് ഇങ്ങനെയുള്ളൊരു വ്യത്യാസമൊന്നും ഈ കൊച്ചൈപ്പോര എന്ന് പറഞ്ഞ ഗീവർഗീസ് ചെറുപ്പം പോലെ കാണിച്ചിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം കാണിച്ചിരുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പിന്നീട് പഠിപ്പിച്ച വ്യക്തിയുടെ പേര് മണി എന്നായിരുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും പഠിപ്പിച്ച കാര്യങ്ങൾ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവവിശേഷമായിരുന്നു എല്ലാ അധ്യാപകരോടും നല്ല ബഹുമാനവും ഭക്തിയും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ അധ്യാപകരോട് ഇത്തരം ബഹുമാനവും ഭക്തിയും സൂക്ഷിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് പരിണത്തിനായ ഈ കൊച്ചൈപ്പോരയുടെ അന്നത്തെ ജീവിത രീതി നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. അപ്പം പഠിപ്പിച്ച അധ്യാപകരോട് നല്ല ഭക്തിയും ബഹുമാനവും ഉണ്ടായിരുന്നു. അപ്പം വേണ്ടതായിട്ടുള്ള ഹ്യൂമിലിറ്റി, ഒബീഡിയൻസ് ആൻഡ് ലവ് ടുവേർഡ്സ് ടീച്ചേഴ്സ്. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ താഴ്മ, ഒബീഡിയൻസ് അനുസരണം, ലവ് സ്നേഹം. അപ്പം അവരെ ഭക്തിയോടെയും സ്നേഹത്തോടെയും അവരുടെ മുമ്പിൽ താഴ്മയോടെയും അവർ പറയുന്നതെല്ലാം ദൈവം പറയുന്നത് പോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി കണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു പിന്നീട് പരിണത്തിലുമനിയായ ഈ കൊച്ചൈപ്പോര. ഇനി ഇതൊന്നും കൂടാതെ ഈ പറഞ്ഞ ഭക്തി ഉൾപ്പെടെയുള്ള ബഹുമാനമൊക്കെ
ടീച്ചേഴ്സിനോട് സൂക്ഷിക്കുന്ന ഒരാളും ജീവിതത്തിൽ പരാജയപ്പെടുത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന കൊച്ചൈപ്പോര വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു ആൻഡ് വാസ് ഓൾസോ ഹാർഡ് വർക്കിംഗ് ആൻഡ് എൻജോയ്ഡ് ഡൂയിങ് ഗുഡ് ടു അതേഴ്സ്. അപ്പം വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. കാര്യം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നവർക്ക് ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യാനോ ഹാർഡ് വർക്കിൽ റിസൾട്ട് കിട്ടാനോ പ്രയാസം വരത്തില്ല. അങ്ങനെ നല്ല ഇൻ്റലിജൻ്റ് ആയിരുന്നു, നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. കൂടാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിയിരുന്നൊരു വ്യക്തിയും കൂടെ ആയിരുന്നു ചെറുപ്പകാലത്തെ കൊച്ചൈപ്പോര. പശ്ചാത്തലത്തിൽ ഫാമിലിയിൽ ഒരു സുറിയാനി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് അച്ഛന്മാരാകുന്ന ഷമ്മാശന്മാരെ ഉൾപ്പെടെയുള്ള ഷമ്മാശന്മാരാകുന്നതിന് മുമ്പ് തന്നെ അവരെ പഠിപ്പിച്ചിരുന്ന ഒരു മൽപ്പാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും ഗീവർഗീസ് എന്നായിരുന്നു. അപ്പോൾ ഗീവർഗീസ് മൽപ്പാൻ എന്ന ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. കൊച്ചൈപ്പോരയുടെ പിതാവിൻ്റെ സഹോദരനായിരുന്നു ഈ ഗീവർഗീസ് മൽപ്പാൻ. ഈ ഗീവർഗീസ് മൽപ്പാന് സുറിയാനി ഭാഷ അല്ലെങ്കിൽ സിറിയക് ലാംഗ്വേജിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിറിയക് ലാംഗ്വേജിലുള്ള കമാൻഡ് കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്കവണ്ണം ഒരു താല്പര്യവും കഴിവും ഗീവർഗീസ് മൽപ്പാൻ ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് വിളിച്ച് വരുത്തി പഠിപ്പിക്കാതെ തന്നെ നമ്മുടെ കൊച്ചൈപ്പോരയ്ക്ക് ചെറുപ്പം മുതലേ സുറിയാനി ഭാഷ പഠിക്കാനും അതിലുള്ള പാട്ടുകൾ ചൊല്ലാനും അത് ചെറുപ്പത്തിലെ തന്നെ വിശുദ്ധ കുർബാനയിൽ കൂടെ നിന്ന് മറ്റുള്ളവരോടൊപ്പം ചൊല്ലാനും ഒരു താല്പര്യമുള്ളതായിട്ട് ഗീവർഗീസ് മൽപ്പാൻ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം ഈ കൊച്ചൈപ്പോരയെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും തൻ്റെ പിൻഗാമിയായിട്ട് ഈ കൊച്ചൈപ്പോര വളർന്നു വരണമെന്നും ആഗ്രഹിക്കുകയും ചെയ്തു. കൊച്ചൈപ്പോര വളർന്നു വരുന്ന സമയത്ത് ഈ ദൈവിക കാര്യങ്ങളുള്ള താല്പര്യം ഈ ഗീവർഗീസ് മൽപ്പാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ശ്രദ്ധിച്ചു. അപ്പം ദൈവത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ, പള്ളിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ, പള്ളിക്ക് വേണ്ടി എന്ത് അധ്വാനിക്കാനും പള്ളിയിലെ ഏത് കാര്യം ചെയ്യാനും ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു 10 വയസ്സിൽ താഴെ നിൽക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ താല്പര്യം ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു കൊച്ചൈപ്പോര. വളരെ സിൻസിയറായിരുന്നു, വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു, വളരെ ഡെവോട്ടഡ് ആയിരുന്നു, ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നു, ഒബീഡിയൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു നല്ല വിദ്യാർത്ഥിയുടെയും ഒരു നല്ല കുട്ടിയുടെയും നല്ല സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇതെല്ലാം കൊച്ചൈപ്പോരയ്ക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ 10ാമത്തെ വയസ്സിൽ ഗീവർഗീസ് മൽപ്പാൻ്റെ താല്പര്യമനുസരിച്ച്, സഭയുടെ താല്പര്യമനുസരിച്ച് മത്യോസ് മാർ അത്താനാസിയോസ് പാലക്കുന്നത്ത് എന്ന തിരുമേനിയിൽ നിന്ന് കൂറോയി പട്ടം സ്വീകരിച്ച് ദൈവത്തിൻ്റെ മകനായിട്ട് കൊച്ചൈപ്പോര മാറുകയാണ്. ഇന്നത്തെ പോലെ ആയിരുന്നില്ല പണ്ടത്തെ കാലത്തെ സുറിയാനി വിദ്യാഭ്യാസം. മൽപ്പാന്മാരുടെ വീടുകളിൽ താമസിച്ച് അവരുടെ ഒപ്പം നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും അവരോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ജീവിതത്തിലെ പല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും പഠിച്ചു പോവുകയായിരുന്നു പണ്ട് കാലത്ത് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ വേണ്ടിയിരുന്ന ആൾക്കാർ ചെയ്തിരുന്നു. അങ്ങനെ മൽപ്പാന്മാരുടെ വീടുകളിൽ ഓരോരോ കൊച്ചു കൊച്ച് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്ന സ്ഥലങ്ങളായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് മൽപ്പാൻ വീടുകൾ എന്ന് പറയുന്നത്. കോനാട്ട് മൽപ്പാൻ വീട്, അങ്ങനെ പല മൽപ്പാൻ വീടുകളുണ്ടായിരുന്നു. ഗീവർഗീസ് മൽപ്പാനോടൊപ്പമായിരുന്നു ഈ കൊച്ചൈപ്പോര താമസിച്ച് പഠിച്ചിരുന്നത്. കാര്യം സ്വന്തം ഭവനത്തിൽ തന്നെ ഒരു മൽപ്പാനോടൊപ്പം വേറെ ഒരു സ്ഥലത്തോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നുകൊണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ ഇന്നത്തെ പോലത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തിരുന്ന കാലമായതുകൊണ്ട് ചെറുതെന്ന് കരുതുന്നതായിട്ടുള്ള പല രോഗങ്ങളും പണ്ട് കാലത്തുണ്ടായിരുന്നു. അതിന് മരുന്നില്ല, അല്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സ് ഇല്ല. അതൊരു കാലത്താണ് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തിൻ്റെ കാലത്തും പിന്നീടും കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം സ്മോൾ പോക്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ആകുന്നു. തിരുവനന്തപുരത്തിൻ്റെ ഗുരുവായ ഗീവർഗീസ് മൽപ്പാന് പെട്ടെന്ന് സ്മോൾ പോക്സ് പിടിപെട്ടു. സ്മോൾ പോക്സിനകത്തെ തന്നെ വളരെ സിവിയർ ആയിട്ടുള്ള, വളരെ ഇൻറ്റൻസായിട്ട് ശരീരത്തെ കയറി ആക്രമിക്കുന്ന തരത്തിൽ ഒരു അസുഖമാണ് ഗീവർഗീസ് മൽപ്പാനെ ബാധിച്ചത്. അപ്പം 1865 അപ്പം 10ാമത്തെ വയസ്സിൽ കൂറോയി പട്ടം കിട്ടിയതിന് ശേഷം അപ്പോഴും ഈ മൽപ്പാൻ പാഠശാലയിൽ ഗീവർഗീസ് മൽപ്പാനോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചി. 1865 നാട്ടിൻപുറത്ത് മൊത്തം സ്മോൾ പോക്സ് പടർന്നു പിടിക്കുന്നത്. When the disease spread all over the place, all the other students were sent home. But this little Givargis, who was with Givargis Malpan, did not go to his home. സ്വന്തം വീട്ടിൽ പോകാതെ ഈ മൽപ്പാനെ ശുശ്രൂഷിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു ഗീവർഗീസ് എന്ന് പറയുന്ന ഭാവിയിലെ പരിണത്തിന് വേണ്ടി ചെയ്തത്. ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ ചെയ്യും. ഇന്ന്
കൊറോണ ബാധിച്ച് ആൾക്കാർ ഇവിടുന്ന് എങ്ങോട്ട് പകരുമെന്ന് പേടിച്ച് നടക്കുന്നു. നമ്മുടെ ഒരു ബന്ധുവിന് ബാധിച്ചാൽ പോലും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് അടുക്കാൻ ചിലപ്പോൾ മടിക്കും. ആ ഒരു സ്ഥിതിയിൽ അത്രയും ഫെസിലിറ്റി ഇല്ലാത്ത പഴയ കാലത്ത് ഈ സ്മോൾ പോക്സിന് രോഗത്തിന് മരുന്നില്ല, ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ള സമയത്ത് കൂടെ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കാൻ ധൈര്യം കാണിച്ച ഗീവർഗീസിൻ്റെ ധൈര്യം ദൈവം കൊടുത്ത ധൈര്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ കൂടെ നിന്നുകൊണ്ട് ഗീവർഗീസ് മൽപ്പാനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഈ അസുഖത്താൽ തന്നെ ഗീവർഗീസ് മൽപ്പാൻ കുറച്ച് ദിവസത്തിന് ശേഷം മരണപ്പെട്ടു. എന്നാൽ അതിനെ തുടർന്ന് വരുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ മൽപ്പാനെ ശുശ്രൂഷിച്ച് കൂടെ വന്നിരുന്ന ഗീവർഗീസിനും കുറച്ച് ദിവസത്തിന് ശേഷം ഈ പറഞ്ഞ സ്മോൾ പോക്സ് പിടിപെട്ടു. അപ്പോൾ അന്നത്തെ ആ ശക്തി കൂടിയ വസൂരിയുടെ പേര് കനകക്കല്ലൂരി എന്നായിരുന്നു. ഓർത്തിരിക്കാൻ ഇച്ചിരി പ്രയാസമുള്ള ഒരു വാക്കായിരിക്കാം കനകക്കല്ലൂരി. അപ്പം മൽപ്പാനെ ശുശ്രൂഷിച്ചു, കൂടെ നിന്നു. അതിനുശേഷം ഗീവർഗീസിനും കനകക്കല്ലൂരി പിടിപെട്ടു. അങ്ങനെ കനകക്കല്ലൂരിക്ക് കീഴ്പ്പെട്ട് ക്ഷീണിതനായിട്ട് കിടക്കുന്ന സമയത്ത് ഈ ഗീവർഗീസിൻ്റെ അമ്മയുടെ സഹോദരിയായ മറിയം അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് അടുത്ത് വന്നു. വലിയ രോഗത്തിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അന്നത്തെ കാലത്ത് മൽപ്പാൻ മരിച്ച പോലെ അസുഖത്തിന് അടിമപ്പെട്ട് ചിലപ്പം ഈ ചെറുപ്പക്കാരനും മരിച്ചു പോയേക്കുമെന്നൊക്കെ കുടുംബക്കാരെല്ലാം ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധ മാതാവിൻ്റെ, പരിശുദ്ധ കന്യാമറിയാമിൻ്റെ ഒരു ദർശനം ഈ ഗീവർഗീസിനുണ്ടായി. പരിശുദ്ധ കന്യാമറിയാം തൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും നിൻ്റെ ഈ അസുഖം ഭേദമാകുകയും നീ എഴുന്നേറ്റ് നിൻ്റെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് കന്യാമറിയാം പറയുന്നതായിട്ടുള്ള ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടായി. കന്യാമറിയാം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രോഗം അത്ഭുതകരമായിട്ട് സുഖമാകുകയും സുഖമാകുന്ന നിമിഷം തൊട്ട് അദ്ദേഹം ദൈവത്തിനായിട്ട് സ്വയം സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ആ കാലത്ത് ആശ്രമ സമൂഹം അല്ലെങ്കിൽ സന്യാസ സമൂഹങ്ങൾ നമ്മുടെ സഭയിൽ അത്ര ശക്തമല്ലായിരുന്നു. മലങ്കര മെത്ത പോലത്തെ ആയിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിഗന്നാസ്യോസ് അന്ന് മലങ്കര സഭയ്ക്ക് അതിശക്തമായിട്ടുള്ള ഒരു നേതൃത്വം, ആത്മീയമായിട്ടുള്ള നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ഡയനീഷ്യസ് വാസ് ഗിവിംഗ് a very strong, charismatic, meaningful, divine leadership to the church then. But still, at that time, there was no monastic movement existing or strong enough in the church. Pulikottil Tirumeni wanted to have noble and pious monks to effect a spiritual revival in the church. അപ്പം ഒരു സ്പിരിച്വൽ റിവൈവൽ സഭയിൽ ഉണ്ടാകാൻ വേണ്ടി നല്ല ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന വ്യക്തികൾ മുന്നോട്ട് വരണമെന്ന് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിഗന്നാസ്യോസ് തിരുമേനി ആഗ്രഹിച്ചു. അങ്ങനെയുള്ള ആൾക്കാർ സഭയിലുണ്ടെന്ന് അദ്ദേഹം തിരക്കുകയും ഫൈനലി അദ്ദേഹം 10ാമത്തെ വയസ്സ് മുതൽ ദൈവത്തിനായിട്ട് സമർപ്പിച്ച ഷമാശനായ ഗീവർഗീസിൽ ചെന്നെത്തി അദ്ദേഹം ഒന്ന് വെട്ടിക്കൽ ദേറയിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തെ 24ാമത്തെ വയസ്സിൽ പുലിക്കോട്ട് തിരുമേനി ഗീവർഗീസ് കോർപ്പിസ്കോപ്പായും റംബാനുമായിട്ട് ഉയർത്തുകയാണ്. സോ ഇൻ April 17th, 1872, പുലിക്കോട്ടിൽ തിരുമേനി elevated or ordained Georgis Shamashan as a Corpiscopa and Ramban, and by that particular ordination he was raised to the monastic vow or monastic life at the age of 24. ആ സമയത്ത് ഷീമയിൽ നിന്ന് അല്ലെങ്കിൽ അന്ത്യോക്യയിൽ നിന്ന് മാർ കൂർലോസ് എന്ന തിരുമേനി തിരുവിതാംകൂറിലെത്തി. മത്യൂസ് മാർ അത്താനാസ്യോസ് എന്ന അന്നത്തെ മലങ്കരയിലെ മെത്രാപ്പോലീത്ത സ്വന്തമായ രീതിയിൽ പല കാര്യങ്ങളും സഭയ്ക്ക് വിരുദ്ധമായ രീതിയിൽ ചെയ്യുന്നതായിട്ട് അന്നും പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ കൂർലോസ് തിരുമേനിക്കും അത് മനസ്സിലാകുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ നവീകരണത്തിന് തുല്യമായിട്ട് എന്നാൽ സഭയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് എതിരായിട്ടുള്ള പഠിപ്പിക്കലുകളാണ് മാത്യൂസ് മാർ അത്താനാസ്യോസ് ചെയ്യുന്നതെന്ന് ഈ മാർ കൂർലോസിന് മനസ്സിലായി. ഡീക്കൻ ഗീവർഗീസ് മാർ കൂർലോസിനോട് വളരെ അടുപ്പമുള്ളവനായിരുന്നു. കാരണം സുറിയാനിയായിരുന്നു മാർ കൂർലോസിന് അറിയാവുന്ന ഏക ഭാഷ. അപ്പോൾ ആ സുറിയാനിയിൽ സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഒരു നല്ലൊരു അസിസ്റ്റൻറ്റോ ദ്വിഭാഷിയോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററോ ആയിരുന്നു ഗീവർഗീസ് ഷമാശൻ, പിന്നീട് ഗീവർഗീസ് റംബാനായിരിക്കുന്ന നമ്മുടെ പിൽക്കാലത്തെ പരിണതിമേനി. അങ്ങനെ ഗീവർഗീസ് റംബാൻ സഹായമായിട്ട് കൂർലോസ് തിരുമേനിയോടൊപ്പം നിന്നതുകൊണ്ട് മാർ കൂർലോസ്
അദ്ദേഹത്തെ പൂർണ്ണ ശമാശനായിട്ട് ഉയർത്തി. പൂർണ്ണ ശമാശനായപ്പോഴത്തേക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സൂക്ഷിക്കാനും ഈ ഗീവർഗീസ് റമ്പാൻ കഴിഞ്ഞു. കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ, മാർ കൂർലോസ് തന്നെ അദ്ദേഹത്തെ പിന്നീട് വൈദികനായിട്ടും പിന്നീട് കോർപ്പിസ്കോപ്പായിട്ടും ഉയർത്തുകയുണ്ടായി. പ്രാർത്ഥന കൊണ്ടും സമർപ്പണം കൊണ്ടും ദൈവത്തിനു മുമ്പിലുള്ള വിശ്വാസം കൊണ്ടും ഈ ഗീവർഗീസ് റമ്പാച്ചൻ്റെ പ്രശസ്തി നാട് മൊത്തം, പ്രത്യേകിച്ച് മലങ്കര സഭ മൊത്തം പടർന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശസ്തിയുടെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ മുമ്പിലെ ഒരു എളിയ സേവകനായിട്ട് നിൽക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നുള്ള രീതിയിൽ എല്ലാവരിൽ നിന്നും മാറി നിന്ന് ദൈവത്തോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള കാര്യം. ദോ ഹിസ് ഫെയിം സ്പ്രെഡ് ഓൾ ഓവർ മലങ്കര, ഗീവർഗീസ് റമ്പാൻ വാണ്ടഡ് himself to be always in the presence of God, in the service of God, and in whatever deeds by which he can serve God. He was interested and he was satisfied with that. അദ്ദേഹത്തിന് മുന്നിൽ ഏറ്റവും വലിയൊരു ശക്തമായിട്ടുള്ളൊരു സ്വഭാവവും പ്രവർത്തനമാണത്. അത് ശരിയായ രീതിയിൽ നടത്താൻ, ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടത്താൻ കഴിഞ്ഞിരുന്നൊരു വ്യക്തിയായിരുന്നു ഈ ചെറുപ്രായത്തിൽ 30 വയസ്സിൽ താഴെയുള്ള സമയത്ത് ഗീവർഗീസ് റമ്പാൻ അത് കഴിഞ്ഞിരുന്നു. 1875 മലങ്കരയിലേക്ക് ഒരു പാത്രിക്കസ് കടന്നു വരുന്നുണ്ട്. പാത്രിക്കസിൻ്റെ പേര് പത്രോസ് പാത്രിക്കസ് എന്നായിരുന്നു. പാത്രിക്കസ് കടന്നു വന്ന സമയത്ത് മാർ കൂർലോസിനെ പോലെ തന്നെ അദ്ദേഹത്തിനും സുറിയാനി ഭാഷ മാത്രമേ അറിയത്തുള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ കൽപ്പനകളും ഒക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു വ്യക്തിയെ വേണ്ടി വന്നിരുന്നു. അന്നേരം Georgios Ramban was chosen to do that job. Because of the grand translation of the Syriac sermon of the Patriarch into Malayalam, the Patriarch got attracted to the pious, humble, sincere and dedicated personality of Georgios Ramban. അപ്പോൾ വളരെ നന്നായിട്ട് സിറിയക്കിൽ ഉള്ള പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും അത് കണ്ട വിശ്വാസികളുള്ള മാറ്റവും അവരുടേതായിട്ടുള്ള പ്രതികരണവും കണ്ട് ഗീവർഗീസ് റമ്പാനിലുള്ള പ്രത്യേക കഴിവുകൾ, പ്രത്യേകിച്ചുള്ള ദൈവസാന്നിധ്യത്തെ പാത്രിക്കീസ് മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഒരു ബിഷപ്പാക്കി ഉയർത്തണമെന്ന് ഉള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഗീവർഗീസ് റമ്പാനെ പോലുള്ള ഒരു വ്യക്തിത്വം ഒരിക്കലും ഇതിലും ഉയർന്നൊരു ദൈവത്തിൽ ഇതിലും ഉയർന്ന ഒരു സ്ഥാനത്തിൽ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉള്ളിൽ ഒരു ചിന്ത സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നതുകൊണ്ട് താൻ അങ്ങനെ സ്ഥാനത്തേക്ക് ഉയരാൻ അർഹനല്ലെന്നും താൻ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പാത്രിക്കീസിനെ അറിയിച്ചു. ഇന്നത്തെ കാലവും തിരുമേനിയുടെ അന്നത്തെ കാലവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇത്തരം സ്ഥാനങ്ങൾക്ക് വേണ്ടി അനേകർ വരിയായിട്ട് മുന്നോട്ട് വരാൻ ഇടയുള്ള സ്ഥാനത്ത് ഈ ഗീവർഗീസ് റമ്പാനായിരിക്കുന്ന സമാനതകളില്ലാത്ത വ്യക്തിത്വം സ്വന്തമായിട്ട് സ്ഥാനത്തേക്ക് ഉയർത്താതെ ദൈവത്തെ അകന്ന് ഒളിഞ്ഞ് നിന്നുകൊണ്ട് സേവിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ഈ പ്രതികരണം പാത്രിക്കീസിനെ അത്ഭുതപ്പെടുത്തി. Even though it was a surprising action from Georgios Ramban, finally the Patriarch, by the influence of other church fathers, persuaded him again and again, and finally it was decided by Georgios Ramban himself that it could be God's will, and finally he agreed to be a bishop. അപ്പോൾ അങ്ങനെ ഒരു ബിഷപ്പ് ആകാനുള്ള മനസ്സോടെ പലരുടെ നിർബന്ധത്തിന് പുറത്ത് അവസാനം ദൈവത്തിൻ്റെ ഹിതമാണെന്ന് കരുതിക്കൊണ്ടാണ് അദ്ദേഹം തിരുമേനിയായിട്ട് ഉയർത്തപ്പെടുന്നതിന് വേണ്ടി സ്വയം സമ്മതിച്ചത്. നമ്മൾ നേരത്തെ ഒരു പാഠത്തിൽ പഠിച്ചതുപോലെ 1875 വന്ന പാത്രിയർക്കീസ് 1876 മുളന്തുരുത്തി സിനോദോസിന് ശേഷം 1877 6 തിരുമേനിമാരെ ഒന്നിച്ച് വാഴിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ തിരുമേനിയായിരുന്നു ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന ഔദ്യോഗിക നാമത്തിൽ വാഴിക്കപ്പെട്ട പരിമല തിരുമേനി എന്ന് നമ്മൾ ഇന്നറിയപ്പെടുന്ന ആ പരിശുദ്ധ പിതാവ്. അപ്പം അന്നത്തെ 6 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നുള്ള നിലയിലാണ് പരിമല കൊച്ചു തിരുമേനി എന്ന പേരിൽ അദ്ദേഹം അന്ന് തൊട്ട് അറിയപ്പെട്ടത്. So since he was ordained by the Patriarch after the Mulanthurutthi Synodos as one among the 6 metropolitans who were ordained by the Patriarch.
and he was the younger-most among the six. Because of that particular reason, he was fondly called പരുമല കൊച്ചു തിരുമേനി. പരുമലയിലെ സന്യാസി എന്നുള്ള പേരിൽ അദ്ദേഹം അന്ന് തൊട്ട് അറിയപ്പെടാൻ തുടങ്ങിയതിൻ്റെ കാരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. പരുമല അക്കാലത്ത് 1890 കാലഘട്ടത്തിലൊക്കെ പരുമല ഒരു ദ്വീപ് പോലെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളുമായിട്ട് വലിയ ബന്ധമില്ലാത്ത രീതിയിൽ നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു. പമ്പയാറും പമ്പയുടെ കൈവഴികളും ഈ പരുമല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ 4 ഭാഗങ്ങളായിട്ട് ഒക്കെ ഒഴുകുന്നുണ്ട്. എന്നാൽ ഒരു സ്ഥലത്തും വേറെ സ്ഥലത്തോട്ട് പോകാൻ പാലങ്ങളൊന്നുമില്ല. ആവശ്യമെങ്കിൽ വള്ളങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ മൊത്തത്തിൽ ഒരു ദ്വീപിൻ്റെ ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ പരുമല നിലനിന്നിരുന്നത്. വളരെ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. പക്ഷേ അതുകൊണ്ട് തന്നെ വിവിധ മതസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും ഈ സ്ഥലത്തെപ്പറ്റിയും സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടും നിലനിന്നിരുന്നു. അവിടെയാണ് പുതുതായിട്ട് സ്ഥാനമേൽക്കപ്പെട്ട പരുമല കൊച്ചു തിരുമേനി താമസിക്കാൻ പോകുന്നത്. അവിടെ താമസിക്കാനിടയായൊരു കാരണമുണ്ട്. പരുമലയിലെ അരികിപുറം കുടുംബത്തിലെ കോരള മാത്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ സഭാസ്നേഹം കൊണ്ട് പുലിക്കോട്ട് തിരുമേനിക്ക്, അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തായ പുലിക്കോട്ട് തിരുമേനിക്ക് തൻ്റെ സ്വത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലം പരുമലയിൽ ഒരു പള്ളി സ്ഥാപിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും തിരുമേനിയോട് അതിനെപ്പറ്റി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ദാനമായി കൊടുത്ത സ്ഥലത്ത് ഒരു ചെറിയൊരു ഓല കൊണ്ട് മേഞ്ഞ അഴിപ്പുര സ്ഥാപിച്ച് അവിടെയാണ് പരുമല കൊച്ചു തിരുമേനി ആദ്യകാലത്ത് താമസിച്ചിരുന്നതും. പ്രധാനമായിട്ട് അദ്ദേഹം ആ ഒരു ചെറിയ അഴിപ്പുര ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം തൻ്റെ താമസത്തിനേക്കാൾ ഉപരി ഭാവിയിൽ പുരോഹിതന്മാരാകാൻ പോകുന്ന വ്യക്തികൾ, അതിൽ ഷമ്മാശന്മാരാകാൻ പോകത്തക്ക രീതിയിൽ സെമിനാരിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമായിട്ടാണ് അദ്ദേഹം അത് തുടങ്ങിയത്. ഇന്നാണെങ്കിൽ പോലും നമുക്ക് ചെന്നാൽ ആ അഴിപ്പുര അതേ പവിത്രതയോടെ അതേ രീതിയിൽ ഇപ്പോഴും ഒരു മാറ്റവും വരുത്താതെ നമുക്ക് കയറി കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ അഴിപ്പുര ഇപ്പോഴും പരുമലപ്പള്ളിയുടെ തെക്ക് വശത്തായിട്ട് നിലനിൽക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോടൊപ്പം പരുമല പോകുന്നുണ്ടെങ്കിൽ ഈ അഴിപ്പുരയും പോയി കാണുകയും അതിൽ കയറി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാതെ ചെയ്യേണ്ടതാവും. നിരണം ഭദ്രാസനത്തിൻ്റെ ആദ്യ മെത്രാപ്പോലീത്തായിട്ട്, പ്രത്യേകിച്ച് പരുമല എന്ന് പറഞ്ഞാൽ നിരണവുമായിട്ട് വളരെ തൊട്ടടുത്ത സ്ഥലമായതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണ നിർവഹണത്തിൽ വളരെ പ്രായോഗികമായിട്ടുള്ള പല ഗുണങ്ങളും ഉണ്ടായിരുന്നു. നിരണത്തിൻ്റെ ഭദ്രാസന ചുമതല നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഷമ്മാശന്മാരെ പരിശീലിപ്പിക്കാനും ഈ കൊച്ചു തിരുമേനി സമയം കണ്ടെത്തി. അപ്പം പഠിപ്പിക്കാനും സ്വയം ഒരു ആത്മീയ പിതാവായിട്ട് നിലനിൽക്കാനും ഒരു ഭദ്രാസനത്തിൻ്റെ ചുമതല നിർവഹിക്കാനും എല്ലാം ഇതെല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്ന് കണ്ടുകൊണ്ടാണ് പരുമല തിരുമേനി ഈ പരുമല എന്ന് പറഞ്ഞ സ്ഥലം തിരഞ്ഞെടുത്തതും അവിടെ നിന്നുകൊണ്ട് ഈ ചുമതല നിർവഹിക്കുകയും ചെയ്തു. സോ പരുമല was chosen as the place he could reside, to be at a solitary place, to be more closer to God and take care of the daily routines of the Niranam diocese, as well as to teach the deacons who is going to the seminary in future. ഇതെല്ലാം ചെയ്യാൻ സമയം കണ്ടെത്തുകയും അതിന് വേണ്ടതായിട്ടുള്ള ഡെഡിക്കേഷൻ ഉണ്ടാകുകയും അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് സഭയ്ക്ക് വേണ്ടി തൻ്റെ സമയം ചെലവഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദം കണ്ടെത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു പരുമല തിരുമേനി. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. അത് തിരുമേനിയാൽ തുടങ്ങി വെച്ച അതിൻ്റെ ഡിസിപ്ലിനാണ്. ആ ഒരു ഡിസിപ്ലിൻ അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ സെമിനാരിയുടെ വളർച്ചയ്ക്ക് വേറെ ഒരു കാരണം കണ്ടെത്തേണ്ട കാര്യമില്ല. സോ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ ഈ ഡിസിപ്ലിൻ സ്വന്തം കുടുംബത്തിൽ നിന്നും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഇപ്പം പരുമല വന്ന് താമസമാക്കിയതിന് ശേഷം ഈ ഡിസിപ്ലിൻ ഒരിക്കലും അദ്ദേഹം ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു ഡിസിപ്ലിൻ ഒരു തരത്തിലും ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് എല്ലാം അടിസ്ഥാനപരമായ റീസൺ ഈ ഡിസിപ്ലിനായിരുന്നു. സോ ബേസിക്കലി ഇൻ റിലേഷൻ വിത്ത് ഗോഡ് ഓൾമൈറ്റി ദർ ഈസ് എ ഡിസിപ്ലിൻ വിച്ച് പരുമല തിരുമേനി ഓൾവേസ് കണ്ടിന്യൂ ദിസ് ഡിസിപ്ലിൻ വിത്ത് ഗോഡ്. ഇനി പരുമല തിരുമേനി ഒരു ദിവസം എങ്ങനെ ചിലവഴിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കും തിരുമേനിയാണ് പരുമല താമസിക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം കിട്ടും. എന്ത് കാര്യം ഇഷ്ടം പോലെ ചെയ്യാമെന്നുള്ള ചിന്തയിലല്ല തിരുമേനി ചെയ്യുന്നത്. രാവിലെ
4 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കുമായിരുന്നു. നമ്മളൊക്കെ എന്താണ് ഒരു അവധി വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കും. തിരുമേനിയുടെ പ്രഭാതം എന്ന് പറഞ്ഞാൽ, തിരുമേനിയുടെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പെയാണ് കൃത്യം പറഞ്ഞാൽ തിരുമേനി എഴുന്നേൽക്കുന്നത്. ആ സമയം തൊട്ട് എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കമായിട്ട് നോക്കാം. He got up at 4 a.m. in the morning. The inmates of the seminary also were supposed to get up at the same time. 5 മണിക്ക് പൊതുവായിട്ടുള്ള എല്ലാവരും ചേർന്നുള്ള പ്രാർത്ഥനയാണ്. After the general prayer in which everyone attends, from 5 o'clock till 7 o'clock, it is time for Tirumeni to teach the deacons. 5 തൊട്ട് 7 വരെ ശമാശമാരെ പഠിപ്പിക്കാനുള്ള സമയമാണ്. അതൊരു ഫാസ്റ്റിംഗ് ഉള്ള ദിവസം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് 8:30 എല്ലാവരും ചേർന്ന് കഴിക്കും. 9 മണിക്ക് അടുത്ത പ്രാർത്ഥന. അത് കഴിഞ്ഞ് വീണ്ടും 9 തൊട്ട് 11 വരെ വീണ്ടും ശമാശന്മാരുടെ ക്ലാസ്. അത് 11 മണി വരെ ഉണ്ടാകും. 11 തൊട്ട് 12 വരെയുള്ള സമയം തിരുമേനിക്ക് നിരണം ഭദ്രാസനം ഡയസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കാനുള്ള സമയമാണ്. 12 മണിക്കാണ് ഉച്ച നമസ്കാരത്തിന് ശേഷം ഭക്ഷണം. ഉച്ച നമസ്കാരത്തിനും ഭക്ഷണത്തിനും ശേഷം 1:30 വരെയുള്ള സമയം വിശ്രമത്തിനുള്ള സമയമാണ്. ഉറക്കം അല്ലെങ്കിൽ വായന അല്ലെങ്കിൽ വീണ്ടും പേഴ്സണലായിട്ട് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം 1:30 തൊട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ജോലികൾ പഴയപോലെ തുടരുകയാണ്. 1:30 തൊട്ട് 4 വരെ വീണ്ടും ശമാശന്മാരെ പഠിപ്പിക്കാം. 4 തൊട്ട് 5:30 വരെ വീണ്ടും നിരണം ഭദ്രാസനത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുകയാണ്. 5:30 ശേഷം നല്ല കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്ധ്യാനമസ്കാരത്തിന് ശേഷം എഗെയിൻ ഡീക്കൻസിനെ അല്ലെങ്കിൽ ശമാശന്മാരെ പഠിപ്പിക്കും. ആ സമയത്ത് പഠിപ്പിക്കുന്നത് വൈകുന്നേരത്തെ പഠിപ്പിക്കുന്ന പ്രധാനമായിട്ട് സന്ധ്യാനമസ്കാരത്തിന് ശേഷമായിരുന്നു. സന്ധ്യാനമസ്കാരത്തിന് തൊട്ടായതുകൊണ്ട് സുറിയാനിയിലുള്ള ഗീതങ്ങളാണ് ആ സമയത്ത് ശമാശന്മാരെ പഠിപ്പിച്ചിരുന്നത്. 9 മണിക്ക് സൂത്താറ നമസ്കാരത്തിന് ശേഷമാണ് തിരുമേനിയും മറ്റ് കൂടെ താമസിക്കുന്ന എല്ലാവരും കിടക്കുക. 9 മണിക്കാണ് സൂത്താറയ്ക്ക് ശേഷം തിരുമേനി കിടക്കാൻ പോവുകയെങ്കിൽ പോലും രാത്രിയുടെ പല യാമങ്ങളിലും തുടക്കത്തിലും മധ്യത്തിലും അന്ത്യത്തിലും പല സന്ദർഭങ്ങളിലും തിരുമേനി പേഴ്സണൽ പ്രേയറിനായിട്ട് എഴുന്നേൽക്കുകയും മുട്ട് കുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് കൂടെ താമസിച്ചിരുന്ന പലരും പറഞ്ഞായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഫാസ്റ്റിങ്ങും പ്രേയറും നൊയമ്പും വളരെ ശക്തമായിട്ട് നോക്കിയിരുന്ന ഒരു പിതാവായിരുന്നു. പ്രത്യേകിച്ച് ശമ്മാശനും അച്ഛനും ആയ ശേഷം അത് വളരെ ശക്തമായിട്ട് തുടർന്നിരുന്ന ഒരു പിതാവായിരുന്നു പരുമലക്കുറിച്ചി തിരുമേനി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളേവരും മാതൃകയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവത്തെപ്പറ്റി പറയാം. നാളെയെപ്പറ്റി വിചാരപ്പെടരുത് എന്ന് എപ്പോഴും പ്രസംഗിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു പരുമല തിരുമേനി. ആസ് പെർ ഹിസ് ലൈഫ്, ആസ് പെർ ഹിസ് തോട്ട്സ്, ആസ് പെർ ഹിസ് പ്രിൻസിപ്പിൾ, he always preached as well as practiced that he or we, the believers, should not worry about tomorrow. ഒരു ഉദാഹരണം മാത്രം പറയാം. അപ്പം നാളത്തേക്കുള്ള കാര്യങ്ങൾ പൈസ ആകട്ടെ ഭക്ഷണമാകട്ടെ ഒന്നും സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല, എല്ലാം ദൈവം തമ്പുരാൻ തരുമെന്നുള്ള ആ ഒരു വാക്കുകൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം പലർക്കും കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്കും ജോലിക്കാർക്കും ഒന്നും കേട്ടാൽ വിശ്വാസം വരത്തില്ല. ഒരിക്കൽ വൈകിട്ടത്തെ സന്ധ്യാനമസ്കാരം കഴിഞ്ഞ സമയത്താണ് കുശിനിക്കാരൻ അല്ലെങ്കിൽ അന്നത്തെ അവരുടെ പാചകക്കാരൻ നോക്കിയുടനെ കയ്യിൽ കുറച്ച് അരി മാത്രം കിടപ്പുണ്ട്. അപ്പോൾ പിറ്റേന്നത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടതായിട്ടുള്ള ഒരു അരിമണി പോലും ശേഷിച്ചിട്ടില്ല, ആവശ്യത്തിനില്ല എന്ന് കുശിനിക്കാരനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ശമാശന്മാരായ ആൾക്കാർക്ക് മനസ്സിലായി. ഇത് തിരുമേനിയുടെ അടുത്ത് ബോധിപ്പിച്ചുടനെ തിരുമേനി സാധാരണ പറയുന്ന പോലെ തന്നെ നാളത്തേക്കുള്ള ദൈവം നോക്കിക്കോളും എന്നുള്ള ആ സ്ഥിരം ആവർത്തിച്ചു. അപ്പം തിരുമേനി എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് എടുത്തിട്ടാണോ അല്ലയോ എന്നുള്ള ചിന്തയൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൗകിക ചിന്തയിൽ ചിലപ്പോൾ നമുക്കും തോന്നിയേക്കാം. പക്ഷേ തിരുമേനി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നുള്ള കാര്യം ഈ കൂടെ നിന്നവരുടെ എല്ലാം കണ്ണും പുരികവും ചുളിഞ്ഞതല്ലാതെ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അവർക്കാർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. തിരുമേനി ആസ് യൂഷ്വൽ യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യമില്ലാതെ ദൈവത്തിൽ ഉറച്ച വിശ്വാസം നേരത്തെയും പ്രകടിപ്പിച്ചിരുന്ന ആ ധീരനായിട്ടുള്ള താപസ ശ്രേഷ്ഠൻ. പക്ഷേ രാവിലെ പ്രഭാത പ്രാർത്ഥനയും മറ്റ് ദൈനംദിന സെമിനാരിയുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളും കഴിഞ്ഞ സമയത്ത് ദൂരെ നിന്ന് ഒരു കുടുംബം തിരുമേനിയെ തേടി വരികയാണ്. പ്രതികരണം വീണ്ടും ആവർത്തിച്ചു. അവരുടെ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് സെമിനാരിയുടെ
ആ തിണ്ണയിലേക്ക് ഇറക്കി വെച്ച സാധനങ്ങൾ കണ്ടപ്പോൾ അതിൽ ചാക്കുകെട്ടുകൾ നിറച്ച് അരി, പഴവർഗ്ഗങ്ങൾ, മറ്റ് ഭക്ഷണ സാധനങ്ങൾ, അങ്ങനെ ഒരു 2 മാസത്തേക്ക് പ്രയോജനം ചെയ്യത്തക്ക രീതിയിലുള്ള അനേകം സാധനങ്ങൾ ഒരു കുടുംബം ദൂരെ നിന്ന്, പരുമലയിൽ നിന്ന് വളരെ ദൂരെ നിന്ന് തിരുമേനിക്ക് കാഴ്ച വെക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ തിരുമേനിയെപ്പറ്റി കേട്ടറിഞ്ഞ പ്രശസ്തിയിൽ കൂടി ഒരു പരിശുദ്ധൻ്റെ അടുത്തേക്ക് ഏലിയാവിന് അപ്പവുമായിട്ട് കാക്ക അയച്ച പോലെ ദൈവത്തിൻ്റെ പുത്രനായ ഈ പരിശുദ്ധൻ്റെ അടുത്തേക്ക് ആരും ലൗകികമായിട്ട് യാതൊരു തരത്തിലുള്ള ഓർഡറും യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാതെ ഏലിയാവിന് കാക്കയെ അപ്പവുമായിട്ട് അയച്ച പോലെ ഈ പരിശുദ്ധൻ്റെ അടുക്കിലേക്ക് അവന് വേണ്ടതായിട്ടുള്ള, അവൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഒരു കുടുംബത്തെ അയച്ചിരിക്കാം. ഈ കുടുംബം അവരുടെ വീട്ടിലൊരു പ്രധാനപ്പെട്ട സംഭവത്തിന് ശേഷം നേരത്തെ തന്നെ തിരുമേനിക്ക് കൊടുത്തയക്കാമെന്ന് തീരുമാനിച്ചിരുന്ന ആ വിഭവങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തിരുമേനിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് തിരുമേനിയെ കാണാൻ വന്നതാണ്. ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു അനുഭവം പരുമല തിരുമേനയുടെ കാലത്തിന് ശേഷം ജീവിച്ച പാമ്പാടി തിരുമേനയുടെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ സന്തോഷകാരിയായിരുന്ന പൊട്ടൻ ചേട്ടൻ വിളിച്ചിരുന്ന തോമസച്ചാൻ കൂടെ നിന്ന സമയത്ത് അദ്ദേഹവും ഇതുപോലൊരു സമാനമായിട്ടുള്ള സാഹചര്യം നേരിടുകയും അതും ഇതുപോലെ തന്നെ ദൈവം വരാൻ പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടുതൽ ചിന്തിക്കാം. അപ്പം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ റീസൺ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന, ദൈവം എല്ലാം നടത്തിക്കൊള്ളുന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉറച്ച വിശ്വാസമുള്ള ദൈവത്തിൻ്റെ പുരുഷന്മാരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. അത് ഇന്നത്തേക്ക് മാത്രമല്ല, നാളത്തേക്കുള്ളതും ദൈവം ക്രമീകരിച്ചു കൊള്ളുമെന്നുള്ള ഉറച്ച വിശ്വാസം. ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വെറുതെയല്ല. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അത് 100% അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്നുള്ളതിൻ്റെ അതാണ്. നാളെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറയുന്നത് മാത്രമല്ല, അത് അക്ഷരാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇത് കണ്ടു നിന്നവരുടെ ജീവിതത്തിൽ ശരിക്കും ഒരു സാക്ഷ്യമായിട്ട് ദൈവം നടത്തി കാണിച്ചു കൊടുക്കുകയാണ്. ഈ സെക്ഷൻ്റെ അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം, പരുമല പള്ളി ഇന്നത്തെ രീതിയിൽ വളർന്നു വരത്തക്ക രീതിയിലുള്ള അതിൻ്റെ തുടക്കത്തെപ്പറ്റി, അതിൻ്റെ ഒരു ഉത്ഭവത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. അരികുപുറം ഫാമിലി ദാനം ചെയ്ത സ്ഥലത്ത് ഒരു പള്ളിയും സെമിനാരിയും സ്ഥാപിക്കണമെന്ന് ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് തിരുമേനിയിൽ ഒരു ആഗ്രഹമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം തോന്നിപ്പിച്ചതനുസരിച്ച് ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു വിചാരം, ദൈവമായിട്ട് തോന്നിപ്പിച്ച ആ വിചാരം അനുസരിച്ചാണ് ഒരു പള്ളിയും സെമിനാരിയും പരുമലയിൽ ഈ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് ഉള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. തിരുവനി ആദ്യമായിട്ട് ചെയ്തത് സഭയുടെ പേരിൽ, സഭയുടെ അധ്യക്ഷനായ അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്തയുടെ പേരിൽ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം അതിനാവശ്യമായ ധനസമാഹരണം നടത്തുവാൻ അദ്ദേഹം ആരംഭിച്ചു. ഇന്നത്തെ പള്ളികൾ കോടികളും ആവശ്യത്തിലുപരിയായിട്ടുള്ള സൗകര്യങ്ങളും ആവശ്യത്തിലുപരിയായിട്ടുള്ള അലങ്കാരങ്ങളും കൊണ്ട് അനിയന്ത്രിതമായ രീതിയിൽ, ചെലവുയർന്ന രീതിയിൽ കെട്ടിപ്പൊക്കുന്ന പള്ളികളുടെ മാതൃകയിൽ അതിനുവേണ്ടിയുള്ള ധനസമാഹരണമൊന്നും ആയിരുന്നില്ല. നമുക്കൊരിക്കലും ചിന്തിക്കാനൊക്കാത്തൊരു ധനസമാഹരണമായിരുന്നു ഇത്. തിരുമേനിയെപ്പോലെ ഒരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനായ വ്യക്തിയുടെ ദൈവഹിതത്തിനനുസരിച്ചുള്ള ഈ തീരുമാനം അറിഞ്ഞ് കേട്ടും പറഞ്ഞും തിരുമേനിയുടെ ഹിതമറിഞ്ഞും തിരുമേനിയുടെ കൽപ്പനയ്ക്കനുസരിച്ചും നാനാദേശത്തു നിന്നും സഭാംഗങ്ങൾ ഉൾപ്പെടെയും സഭാംഗങ്ങളല്ലാത്തവരും ഉൾപ്പെടെ അനേകർ ഈ പള്ളി പണിക്കായിട്ട് സംഭാവന നൽകി. അങ്ങനെ 20,000 രൂപ അന്നത്തെ കാലത്ത്, 1895 കാര്യമാണ് പറയുന്നത്, 20,000 രൂപ അന്നത്തെ കാലത്ത് പിരിച്ചെടുക്കാൻ തിരുമേനിക്ക് സാധിച്ചു. കൂടാതെ അങ്ങനെ ഇന്നത്തെ പോലെ നീണ്ടു നിൽക്കുന്ന 7, 10, 15 വർഷം നീണ്ടു നിൽക്കുന്ന പള്ളിപ്പണിയൊന്നുമല്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ പള്ളി മാതാവിൻ്റെ പെരുന്നാൾ ദിവസമായ 1895 മാതാവിൻ്റെ പെരുന്നാൾ ദിവസം പത്രോസ് പൗലോസ് ലീഹന്മാരുടെ പേരിൽ പരുമലപ്പള്ളി കൂദാശ ചെയ്യപ്പെട്ടു. അതിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മലങ്കര മെത്രാപ്പോലിത്തായിരുന്ന പുലിക്കോട്ടിൽ
ജോസഫ് മാർ ദീവന്നാസ്യോസ് രണ്ടാമൻ അല്ലെങ്കിൽ ദീവന്നാസ്യോസ് അഞ്ചാമൻ ആയ മലങ്കര മെത്രാപ്പോലീത്തായിരുന്നു. പരമല തിരുമേനിയാണ് അന്നത്തെ വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അപ്പം തിരുമേനിയുടെ വിശുദ്ധ കുർബാനയെപ്പറ്റി കേട്ടറിഞ്ഞ് ആ സമയം തൊട്ട് പരമല തിരുമേനി എന്ന താമസ ശ്രേഷ്ഠൻ ഇവിടെയാണ് ധരിക്കുകയും ആത്മീയമായിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയും ആത്മീയമായിട്ടുള്ള കുറവുകളുള്ളവർക്ക് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് എന്ന് കേട്ടറിഞ്ഞ് ആഹ്ലാദിച്ച് ആശ്വസിച്ച് അനേകർ ആ സമയം തൊട്ട് തിരുമേനിയെ സന്ദർശിക്കാൻ തുടങ്ങി. അപ്പോൾ തിരുമേനിയോടൊപ്പം നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ സ്വീകരിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്ത് ദൂരെയും ചാരയുമുള്ള ജനങ്ങൾക്ക് ജീവിത സാഫല്യമായിട്ട് മാറി. എന്നാൽ ആത്മീയമായിട്ട് കിട്ടുന്ന സന്തോഷവും ആശ്വാസവും ഒരു ആഹ്ലാദവും തിരുമേനിയോടൊപ്പം തിരുമേനിയുടെ സൗധത്തിൽ അവർക്ക് കിട്ടിത്തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ, even though Parmal Tirumeni had gone forward to build a church and seminary in Parimala in the plot given by the Arikpuram family, when it started, he was having no money at all in his hands. After hearing of this particular intention, people from different parts of the state, from the different parishes of the church, many came forward with donations for the construction of the church, and because of that they could gather 20,000 rupees, and within a short time the church was constructed, and on the feast day of Saint Mary in 1895 the church was consecrated. From that moment onwards, that particular place as well as the church is known as Parimala Seminary, and the church was consecrated in the name of Saint Paul and Saint Peter. ചുരുക്കത്തിൽ അതിശക്തമായിട്ടുള്ള വിശ്വാസവും ദൈവത്തിൽ മാത്രം ആശ്രയിക്കാനുള്ള മനസ്സുമാണ് ഇത്തരം കാര്യങ്ങളിൽ വിജയം കണ്ടെത്താൻ കഴിയുമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ കൂടെ തെളിയിക്കുകയായിരുന്നു പരിശുദ്ധ പരമല തിരുമേനി. നമുക്കറിയാം, ഇതിൻ്റെ തുടക്കം വെറും ഒരു കൊച്ചു ഷെഡിൽ നിന്നായിരുന്നു തുടക്കം. ആ ഷെഡ് ഇത്രമാത്രം വലിപ്പമേറിയ പ്രസിദ്ധി ആർജിച്ച, അനേകർക്ക് ദൈവികമായിട്ടുള്ള അനേകം അനുഗ്രഹങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ള ഒരു വലിയ പള്ളിയായിട്ട്, ഇന്നത്തെ വലിയ പള്ളിയായിട്ട് ഉയരണമെന്നുണ്ടെങ്കിൽ അതിൽ അടിസ്ഥാനപരമായിട്ട് പരമല തിരുമേനി എന്ന താപസശ്രേഷ്ഠൻ്റെ വിശുദ്ധൻ്റെ പ്രാർത്ഥനയുടെയും കണ്ണുനീരൊഴുക്കിയുള്ള ആചാരാനുഷ്ഠാനങ്ങളിലും നൊയമ്പിലും അദ്ദേഹം അർപ്പിച്ചിരുന്ന ആ സമർപ്പണത്തിൻ്റെയും ഫലമാണെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. നമ്മളിതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയോ മാത്രമല്ലത്. ആത്യന്തികമായിട്ട് നമ്മളിതിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ പത്തിലൊന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് എത്രമാത്രം പരിഹാരം ഉണ്ടാകാൻ പറ്റുമെന്നുള്ള കാര്യം ഞാനും നിങ്ങളും പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എത്തട്ടെ. അപ്പോൾ തിരുമേനിയുടെ അശ്രേഷ്ഠമായിട്ടുള്ള വിശ്വാസ തീഷ്ണതയും സ്വയസമർപ്പണ സന്നദ്ധതയും ദൈവത്തിന് അന്തിമമായിട്ടുള്ള വിജയം കൊടുക്കാനുള്ള ആ സ്വയം കീഴടങ്ങൽ മനോഭാവവും ആത്യന്തികമായിട്ട് ഈ പള്ളിപണി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും വിജയം നേടിക്കൊടുക്കുന്ന കാര്യത്തിലൊരു സംശയമില്ല. 1895 പണിയപ്പെട്ട പള്ളി യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ലാതെ 1995 വരെ നിലനിൽക്കുകയും പിന്നീട് അതിനുശേഷം സഭ തീരുമാനിച്ചനുസരിച്ച് കുറച്ചുകൂടെ വിസ്തൃതമായ രീതിയിൽ പള്ളി പുതുക്കി പണിയുകയും 2000 ലോകപ്രശസ്ത ഡിസൈനറായ ചാൾസ് കൊറേയെ കൊണ്ടത് റീഡിസൈൻ ചെയ്ത് പുതുക്കി പണിയുകയും 2000 പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ അത് വീണ്ടും കൂതാശ ചെയ്ത് ഇന്നത്തെ നിലയിലാകുകയും ചെയ്തിരിക്കും. പഴയ ആ പള്ളി അതേ രീതിയിൽ കാണേണ്ടവർക്ക് ഇന്ന് അത് പരുമലയിൽ തന്നെ നമ്മുടെ സെമിനാരോട് തന്നെ തൊട്ട് നിൽക്കുന്ന പരുമല ഹോസ്പിറ്റലിൻ്റെ ക്യാമ്പസിൽ ആ പള്ളി അതുപോലെ തന്നെ പുനഃസൃഷ്ടിക്കപ്പെട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയ അതേ സാധനങ്ങൾ അതേ രീതിയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ട പരുമല ആശുപത്രി ക്യാമ്പസിൽ അതുപോലെ തന്നെ നമുക്കിപ്പോഴും കാണാം. ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഐ ബിലീവ് all of you who watches this video, not only for learning for examination purpose, but also for depending on the intercessory strength one can get from the life of Parimal Tirumeni. Read more and more about Parimal Tirumeni and be strengthened in our daily life. This is the end of this particular section. We will continue learning more in the next sections. Pray for each other. May God bless you all.